ഈ ഡൽഹിയിൽ നടക്കുന്ന സമരമേ സത്യം പറഞ്ഞ ഒരു കാവടി പരിപാടിയാണ്. കാവടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക കാവടി. ഇവിടുന്ന് കുറേ എണ്ണം പോയി അവിടെ പോയി നിൽപ്പുണ്ട്. ഒരു സെൽഫ് പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് പോയി നിൽക്കുന്നത്. ഡോക്ടർമാരാകുമ്പോൾ നിൽക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ഡോക്ടർമാരാണെങ്കിൽ ഭയങ്കര പ്രിവില്ലേജ് ആണല്ലോ. ആ പ്രിവില്ലേജിൻ്റെ ഒരു സാധനമുണ്ട് ഇതിനകത്ത്. അപ്പോൾ പ്രിവില്ലേജ് ഉള്ള ആൾക്കാർ സമരം ചെയ്യുമ്പം നമ്മൾ ഇറങ്ങണമല്ലോ. ഇത്രയും ഡോക്ടർമാർ ഇറങ്ങാൻ പോവുക ഇനി ഇന്ത്യയിലോട്ട്. ഇറങ്ങി കഴിഞ്ഞിട്ട് എന്ത് നടക്കും? ഇവിടുന്ന് നല്ല ചികിത്സ വേണ്ടവൻ വിദേശത്ത് പോയി ചികിത്സിക്കും. അതാണ് സംഭവം. ശരിക്കും അതാണ് നടക്കുന്നത്. പക്ഷേ ഈ ഡോക്ടർമാരിവിടെ ഇറങ്ങണം. നാളത്തെ തലമുറയാണ്. ഇതിനകത്ത് കിടന്ന് കുറേ വേടനെ കാടനെ മാങ്ങാത്തുല്യൻ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. രഞ്ജിനി ഹരിദാസ് ഈ കേരളത്തിൽ ആർക്കും വേണ്ടാത്ത ഒരാൾ. അവർ വരെ ഇറങ്ങി ഭയങ്കര പരിപാടിയാണ്. പിന്നെ ജോജി ജോർജ് എല്ലാവരും പോയി നിൽക്കും. അതൊരു ഫ്രീ പ്രൊമോഷൻ നടക്കുന്ന ഒരു സ്ഥലമാണിത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും. കുറേ പിള്ളേരാണ് തല്ലുകൊള്ളും. സംഭവം ചോദ്യപേപ്പർ ചോർത്തി ഇതൊക്കെ ഉള്ളത് തന്നെ. അത് പ്രതികരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ ബീഹാർ പോലുള്ള സ്ഥലത്തെ ഇതിനേക്കാളും വലിയ അംഗമൊക്കെ നടക്കുന്നുണ്ട്. ബലാത്സംഗം ചെയ്ത് കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊല്ലുക, പിന്നെ ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേര് ആൾക്കാരെ തല്ലിക്കൊല്ലുക. ആ കേരളത്തിൽ നടന്നായിരുന്നല്ലോ. അന്നേരം ഇപ്പോൾ ഇവരാരും ഇറങ്ങിയില്ല കേട്ടോ. ഇവർക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം പുള്ളിക്ക് പ്രിവില്ലേജ് ഇല്ല. ഡോക്ടർമാരുടെ പ്രിവില്ലേജ് എന്തായാലും അവർക്കില്ല. അപ്പം അതിനുവേണ്ടി ഇവർ ഇറങ്ങിയില്ല. പിന്നെ പാട്ട് നിന്റെ ഈ നരബലി മനസ്സിലായില്ലേ? ഈ ചാണകം തിന്നണ ടീംസ് പാട്ടുണ്ടാക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പാടുന്നുണ്ട്. കുഞ്ഞ നമ്മുടെ ആള് ആരുടെ ആളെന്നല്ല. നിങ്ങൾ കേരളത്തിൽ നിന്ന് പോയി എന്തേരെ കിടന്ന് കഴിച്ചാലും അവരിലൊരാളായിട്ട് നിങ്ങളൊന്നും കാണത്തില്ല.